ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ മോൻ്റെ കോളേജിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തുനിന്ന് കണ്ടു കിട്ടിയാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഡോഗീസ് എല്ലാം ഇപ്പോൾ ഇവിടെ വലിയ സന്തോഷത്തിൽ അല്ലെങ്കിലും ഇവിടെ അങ്ങനെ അവർ കഴിഞ്ഞു കൂടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം കാലിൽ തന്നെ ഒരു കല്ല് കായ്പ പോലത്തെ ഒരു സാധനമുണ്ട്. ചിലപ്പോഴൊക്കെ അതിന് നടക്കാനൊന്നും പറ്റില്ല, അത് വയസ്സായതാണേ. അപ്പോൾ ഇതുപോലത്തെ ഡോഗീസൊക്കെ ഇപ്പോൾ തെരുവിലൊക്കെ ഉണ്ടെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഭക്ഷണവും കിട്ടത്തില്ല, വെള്ളവും കിട്ടത്തില്ല, പുഴുക്കടിയെല്ലാം പിടിച്ച് അവിടെ കിടന്ന് ഇങ്ങനെ അലയും. വേണ്ട, ഇവള് ഒരു പ്രാവശ്യന്മാർ പിടിച്ചും കൊണ്ടുവന്ന് വെളിയിൽ കളഞ്ഞാണ്. പക്ഷേ എന്തോ ഒരു ദൈവാധീനം കൊണ്ട് അത് തിരിച്ചിവിടെ വന്നു വീണ്ടും. എങ്ങനെയാണെന്ന് അറിഞ്ഞുള്ള ആൾ ഓടിപ്പിടിച്ച് ഉണങ്ങി അസ്ഥി കൂടായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇവള് പ്രഗ്നൻ്റ് ആണ്. ഇവിടെ എല്ലാവരും ഇവിടെ ഓടയെല്ലാം കണ്ട സ്ലാബ് ഇട്ടങ്ങ് അടച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ പ്രസവിക്കുമെന്ന് അറിയത്തില്ല. അവർക്ക് ദൈവികമായിട്ടുള്ള ഒരു ദൈവത്തിനൊരു കഴിവൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളെവിടെയെങ്കിലും വഴി കണ്ടുപിടിക്കുമായിരിക്കും. എല്ലാ സ്ഥലങ്ങളും അടച്ചു കളഞ്ഞു പുതിയതായിട്ടേ. അപ്പോൾ എവിടെ പ്രസവിക്കുമെന്നൊന്നും അറിയില്ല, അവൾ തന്നെ കണ്ടെത്തട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഇങ്ങനെയൊക്കെ കിടക്കുന്ന ഡോഗീസിനെയൊക്കെ വെളിയിൽ കൊണ്ട് ഇടുമ്പോഴത്തേക്ക് ചിലർ പറയും നാടൻ ഡോഗീസല്ലേ, 2-3 ദിവസം കഴിയുമ്പോൾ അത് അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതങ്ങ് സർവൈവ് ചെയ്തോളൂ എന്ന്. പക്ഷേ എല്ലാത്തിനും അതിനുള്ള കഴിവുമില്ല. എല്ലാത്തിനും നല്ല ഏരിയകളിലല്ല കൊണ്ട് കളയുന്നത്. അപ്പോൾ സർവൈവ് ചെയ്യണതൊക്കെ കുറച്ച് കഷ്ടത്തിലാവും. ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ. ഞാൻ ഒരു പുറകെ അങ്ങ് പോയപ്പോഴത്തേക്ക് അപ്പോൾ ആ മോനിന്ന് കോളേജിൽ പോകാൻ ബസ് കിട്ടാൻ താമസിച്ചേ. അപ്പോൾ അവന് അല്ലാതെ സർക്കാരി ബസ്സിലാണ് പോയത്. അപ്പോൾ അവൻ വഴിക്ക് വെച്ചിട്ട് ഒരു നായയെ കണ്ടു. ബസ്സിൽ ഇരുന്ന് കണ്ടതാണേ. ബസ്സിൽ ഇരുന്ന് കണ്ടപ്പോൾ അവൻ കോളേജിൽ പോയി അവൻ്റെ കൂട്ടുകാരോട് സങ്കടം പറഞ്ഞു, ഇതുപോലെ ഒരു പാവം നായ വഴിയിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിന് ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ ഇരിക്കുക. അപ്പോൾ പിന്നെ അവൻ്റെ കൂട്ടുകാരൻ ബൈക്ക് കൊടുത്തു. അവന് ബൈക്കിൽ പോയി അവന് ഞാൻ ഉച്ചയ്ക്ക് കൊടുത്തു വിട്ട ഭക്ഷണവും കുടിക്കാൻ കൊടുത്തു വിട്ട വെള്ളവും കൊണ്ടുപോയി അതിനെ കൊടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അവന് എനിക്ക് അയച്ചു തന്ന ഒരു ക്ലിപ്പാണേ ഞാനിന്ന് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ള. ഇതുപോലെ ഒരുപാട് നായ്ക്കൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല, അങ്ങനെ കിടക്കുന്ന. മനുഷ്യൻ എന്തുകൊണ്ടാണെന്തോ മനസ്സാക്ഷി ഇല്ലാത്ത പോലെ ചെയ്യുന്ന. വിദേശ നായ്ക്കളെയൊക്കെ വാങ്ങിച്ച് വളർത്തിയിട്ട് നമ്മളെ നാടൻ നായ്ക്കളെ അങ്ങ് ഉപേക്ഷിച്ച് കളയുന്നു തെരുവിലെ. അപ്പോൾ ഞാനെന്തായാലും നാട്ടിൽ പോയി സെറ്റിലാകുമ്പോഴത്തേക്ക് എൻ്റെ പറമ്പിൽ എന്തായാലും നാടൻ നായ്ക്കൾ കാണും, ഒരു 2-3 എണ്ണമെങ്കിലും കാണും. വെറുതെ അവിടെ കുരങ്ങന്മാരുണ്ടേ. അപ്പോൾ പറമ്പിലിങ്ങനെ ഇവരുണ്ടെങ്കിൽ നല്ലതാണ്. കുരങ്ങന്മാരിങ്ങോട്ട് പറമ്പിൽ താഴെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ച് കളയും. നമുക്കൊരു ജിമ്മി ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ അമ്മായി വളർത്തിയിരുന്നതാണ്. അത് ഏകദേശം 5 വർഷക്കാലമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈയിടെ അവിടെ നിന്ന് ഞങ്ങളാരും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ വാടകക്കാർ വന്നപ്പോൾ അവരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ഡോഗ് വെളിയിലൊന്നും പോവില്ലായിരുന്നു. ആരോ ഗേറ്റിൻ്റെ വെളിയിൽ നിന്ന് എന്തോ ഭക്ഷണത്തിൽ ഇറച്ചിയിലോ മറ്റോ എന്താണെന്ന് അറിയില്ല, വിഷം ചേർത്ത് ഇട്ട് കൊടുത്തതാണോ എന്നറിയില്ല. പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ വന്നപ്പോഴാണ് അവർ മരുന്നെല്ലാം കൊടുത്തു നോക്കിയിട്ട് പൊടിക്കൈകളൊന്നും ചെയ്തിട്ട് രക്ഷപ്പെടാത്തതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് വിഷം എന്താ ഉള്ളിൽ ചെന്ന് മൊത്തം ലാസ്റ്റ് സ്റ്റേജ്, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ എപ്പോഴും മറ്റ് ഡോഗികളെയൊക്കെ വളർത്തുന്നതിൻ്റെ കൂടെ ഒരു ഹെൽപ്പായിട്ട് ഒരു നാടൻ നായയെ കൂടെ വച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു.
നമ്മളെ പപ്പി ഓടിക്കൊണ്ട് വരുന്നുണ്ട്. ഞാൻ അവളെയും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ അങ്ങോട്ട് ഇവിടെ പാഞ്ഞത് സന്തോഷം കണ്ട. ഇവിടെ കുറച്ച് CIDകളൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇവന് ഒരു പരിപാടി. പപ്പി എന്ത് ചെയ്യുന്നു, അവരെ വീടിൻ്റെ അടുത്തൊന്ന് എൻ്റെ സ്ഥലത്തൊന്നും അപ്പിയിടത്തില്ല കേട്ടോ. എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ മുന്നേ വന്ന ഉറങ്ങും രാത്രി, എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണവും കഴിക്കും, എനിക്ക് ദ്രോഹമൊന്നും ചെയ്യില്ല. അവളെ ഇഷ്ടപ്പെടാത്തവരെ അവൾക്കറിയാം. അവരെയൊക്കെ വീട്ടുകടയിൽ പോയി നിറയെ അപ്പിയിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വിരോധവും വൈരാഗ്യവും എല്ലാം എൻ്റെ മേലാണ്. ഇവിടെയുള്ള ഈ ബ്ലോക്കിലുള്ളതിൽ മിക്കവാറും എണ്ണം എൻ്റെ അടുത്ത് മിണ്ടത്തില്ല ഈ പപ്പി കാരണം. പപ്പിയുടെ അപ്പിയിടൽ എന്നാണ് ഇന്നത്തെ എൻ്റെ ഇത് ഹെഡിങ് കൊടുക്കാനേ. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ തൂത്ത് ഒതുക്കിയൊക്കെ വെച്ച് അവൾ അപ്പിയിട്ട് വെച്ചതേ. പക്ഷേ വാരിയൊന്നും കളയാൻ പറ്റിയില്ല. അവർ നാട്ടിൽ പോയിരുന്നു. ഇന്നലെ രാത്രി എന്തോ അവർ തിരിച്ചെത്തുകയും ചെയ്യും. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു നാടൻ നായയൊന്ന് ബാക്കിയുള്ള നായ്ക്കളുണ്ടായിരുന്നതിന് കൂടെ സൈഡിൽ കൂടെ അവർക്കും ഒരു ഇടം കൊടുത്തെങ്കിൽ നല്ലതായിരുന്നു. അപ്പം നമ്മളവരെയൊക്കെ വന്ധീകരിക്കുക എന്തെങ്കിലും ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പുതിയ തലമുറ ഉണ്ടാകും. എല്ലാത്തിനെയും വന്ധീകരിക്കാൻ പറ്റത്തില്ലല്ലോ, കുറച്ചൊക്കെ ഉണ്ടാകും. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് മോന് ഭക്ഷണം കൊടുക്കാൻ പോയില്ലേ, ആ ഡോഗിൻ്റെ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സൈഡിൽ കൊടുത്തിരിക്കാമേ. വളരെ കഷ്ടമാണ് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിനൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. പക്ഷേ അവൻ കൊടുത്ത ഭക്ഷണം കഴിക്കണമുണ്ട്. പിന്നെ എൻ്റെ വേറെ വീഡിയോസൊക്കെ കുറേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ അവതരണ രീതിയൊന്നും അത്ര മികച്ചതൊന്നും അല്ല. കാരണം സ്വന്തമായിട്ടൊരു ക്യാമറയൊക്കെ പിടിച്ച് ചിരിയും കളിയൊന്നും ഇല്ലാതെ കറകറ സൗണ്ടിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത്രയും രസകരമൊന്നുമല്ല. പിന്നെ ഞാൻ ഈ ഇതിലിടുന്ന ഷോർട്സ് പോലത്തെയൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാൻ തുടങ്ങി. എൻ്റെ റിയൽ നെയിമിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അതൊക്കെ ഇപ്പോൾ ഞാൻ തരുന്നില്ല. കാരണം എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇടണ്ട. അതിൽ ഞാൻ മുഖം കാണിച്ചിട്ടൊന്നുമല്ല ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇടണ്ട, ചിലപ്പോൾ എന്നെ ആരെങ്കിലും പിടിച്ച് വിഴുങ്ങി കളഞ്ഞാലോ. ഇന്നലെ തന്നെ നമ്മൾ കണ്ടില്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആതിരയുടെ കഥ. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടു, അങ്ങോട്ട് അയച്ചു കൊടുത്തു, ഇങ്ങോട്ട് അയച്ചു കൊടുത്തു, അവസാനം വീട്ടിനകത്ത് കയറി കഴുത്തറുത്ത് കൊന്നിട്ട് പോയി. അത് എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. പുരുഷന്മാരെ എന്ന് പറഞ്ഞാൽ അവരെ നിൽക്കേണ്ടിടത്ത് മാത്രമേ നമ്മൾ നിർത്താൻ പാടുള്ളൂ. ആവശ്യമില്ലാതെ അവരുടെ അടുത്ത് സൗഹൃദം കൂടാൻ പോയാൽ അങ്ങനെ തന്നെ. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? നമുക്കെത്രയോ മിക്കവാറും സേഫായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുടെ കൂടെ കൂട്ടുകൂടിയാൽ നന്നായിരിക്കും. പുരുഷന്മാരാണെങ്കിൽ അവർ പുരുഷന്മാരുടെ കൂടെ കൂട്ടുകൂടട്ടെ, അപ്പോൾ ഒരു പ്രശ്നമില്ല. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇടണ്ട പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഫേസൊന്നും കാണിച്ചിട്ടില്ല, ഞാൻ പട്ടീൻ്റെയും പൂച്ചേൻ്റെയും വീഡിയോ ആണ് ഇടുന്നത് എന്ന് പറഞ്ഞു. എന്തായാലും ഞാനിപ്പോൾ അത് ഫേസ്ബുക്കിലോട്ട് പോയാലാണ് എൻ്റെ ഹസ്ബൻഡ് കാണുന്നത്. അതുകൊണ്ട് ഞാനതിനെ ഫേസ്ബുക്കിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചു. കാരണം എൻ്റെ എന്ന് പറഞ്ഞാൽ വലിയ ഇവിടെ കൂട്ടുകാരില്ല, അല്ലാതെ തന്നെ ലോകത്തിൽ വലിയ കൂട്ടുകാരൊന്നുമില്ല. ഇവരൊക്കെ തന്നെ എൻ്റെ കൂട്ടുകാരും എല്ലാം. ഇത് തന്നെ എൻ്റെ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ളതല്ല, അല്ലാതെ ഇടുന്നുണ്ട്. അതങ്ങനെ തന്നെ പോട്ട്. അപ്പോൾ ഞാൻ ആ ക്ലിപ്പ് ഇതിലിട്ടേക്കാം, നിങ്ങൾ കാണണം. സപ്പോർട്ട് തരിക എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ചാനലൊക്കെ മോണിറ്റൈസായി എനിക്ക് വരുമാനം കിട്ടി തുടങ്ങിയ 100% അതെനിക്ക് ഹൃദയത്തിൽ തൊട്ട് തന്നെ പറയാം. ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊണ്ടുപോകാൻ ശ്രമിക്കും കൂടുതലായിട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ എൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അങ്ങനെ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അത് ചെയ്യിപ്പിക്കാൻ നോക്കും. അങ്ങനെ ഒരു ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.